ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാൻ ഒരുപാട് ലാബുകൾ ഉള്ളപ്പോൾ എന്തുകൊണ്ട് ആസ്റ്റർ ലാബ്സ്? പ്രമുഖ ഹോസ്പിറ്റൽ ശൃംഖലയായ ആസ്റ്റർ ഗ്രൂപ്പ്സിന്റെ കീഴിലുള്ള ആസ്റ്റർ ലാബ്സ് ആസ്റ്റർ ഹോസ്പിറ്റലുകൾ പോലെ തന്നെ മികച്ച സേവനങ്ങൾ ജനങ്ങൾക്ക് ഒരുക്കുന്നു. ഉയർന്ന നിലവാരത്തോടു കൂടിയ ആരോഗ്യ പരിശോധനകളാണ് കേരളത്തിന്റെ വിവിധയിടങ്ങളിലുള്ള ആസ്റ്റർ ലാബ്സിൽ ഒരുക്കിയിട്ടുള്ളത്. വിവിധ ഹെൽത്ത് ചെക്കപ്പ് സൗകര്യമുള്ള ആസ്റ്റർ ലാബ്സ് നിങ്ങളുടെ ആവശ്യാനുസരണം പരിശോധനകൾ വീട്ടിൽ വന്ന് ചെയ്യുകയും ചെയ്യും. JCI NABL അക്രിഡേഷനോട് കൂടിയ ആസ്റ്റർ ലാബ്സ് ഇന്റർനാഷണൽ പേഷ്യൻസിന്റെ വിശ്വസ്ത ബ്രാൻഡാണ്. അപ്പോൾ ഇനി ഹെൽത്ത് ചെക്കപ്പുകൾ ചെയ്യാൻ ആസ്റ്റർ ലാബ്സ് തന്നെ തിരഞ്ഞെടുക്കും. ആസ്റ്റർ ലാബിന്റെ മികച്ച സേവനങ്ങൾ ഇപ്പോൾ വടക്കാഞ്ചേരിയിലും. ആധുനിക സാങ്കേതിക സൗകര്യങ്ങളോടെ ഓട്ടുപാറയിലെ ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള TP റോഡിൽ പരിശോധനകളിൽ ഇളവുകൾ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 86066562. നഗരസഭയിൽ ജീവനക്കാർ തമ്മിലുള്ള ശീതസമരം മൂലം ഓഫീസ് പ്രവർത്തനം താറുമാറായതായി നഗരസഭ പ്രതിപക്ഷ നേതാവ് SAA ആസാദ് പറഞ്ഞു. വടക്കാഞ്ചേരി നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിചിത്രമായ പല സംഭവവികാസങ്ങളും വടക്കാഞ്ചേരി നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജീവനക്കാർ തമ്മിലുള്ള കൂട്ടുത്തരവാദിത്തമില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് വടക്കാഞ്ചേരി നഗരസഭ വന്നിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉദ്യോഗസ്ഥരെ അവരവരുടെ ജോലികൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് അതാത് ജോലികൾ ചെയ്യുന്നതിന് പകരമായി താൽക്കാലിക ജീവനക്കാരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് അവർക്ക് അനാവശ്യമായ മുൻകൂർ ഫണ്ടുകൾ അനുവദിച്ചുകൊണ്ട് ആ ഉദ്യോഗസ്ഥൻ നിലവിൽ ജോലിയിൽ ഇരിക്കുന്ന ദിവസങ്ങളിൽ പോലും ഉത്തരവാദിത്തമില്ലായ്മ സെക്രട്ടറിയുടെ ഭാഗത്തുണ്ടാവുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ ലോഗിൻ പോലും സ്മാർട്ട് ലോഗിൻ പോലും ലോക്ക് ചെയ്തുകൊണ്ട് ജീവനക്കാരന്ന് ഹാജരാവാത്ത രീതിയിലേക്ക് ക്യാഷ്വൽ ലീവായി കൊടുക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ ഇന്ന് നഗരസഭയിൽ 2-3 ദിവസങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് ചെയർമാനും ഉത്തരവാദിത്തമുള്ള ചെയർമാൻ അത് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. സെക്രട്ടറിയെ സംബന്ധിച്ച് താൽക്കാലിക ചാർജുള്ള ഒരു സെക്രട്ടറിയാണ് വടക്കാഞ്ചേരിയിലുള്ളത്. അദ്ദേഹം ശുചിത്വ മിഷൻ്റെ ജില്ലാ കോർഡിനേറ്റർ എന്ന നിലയ്ക്കാണ് അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നത്. താൽക്കാലിക ചുമതലയാണ് വടക്കാഞ്ചേരിയിലുള്ളത്. ഒരു സ്ഥിരം സെക്രട്ടറി ഇല്ലാത്തതിൻ്റെ ദുരിതം വടക്കാഞ്ചേരി നഗരസഭയിലെ പല കാര്യങ്ങളും പല വിഷയങ്ങളിലും ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ്. ആ സന്ദർഭത്തിലാണ് ഇപ്പോൾ ജീവനക്കാർ തമ്മിലുള്ള അനൈക്യം പ്രകടമായി നമുക്ക് കാണാൻ കഴിയുന്നത്. വരാനിരിക്കുന്ന 4-5 മാസങ്ങൾ വന്നു കഴിഞ്ഞാൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാവുന്ന രീതിയിലേക്ക് അവരുടെ ഭരണകക്ഷിയുടെ സ്വാധീനം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് താൽക്കാലിക ജീവനക്കാരെ വിനിയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് വാർഡ് വിഭജനങ്ങൾ പോലും അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുന്നതായിട്ടാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. കുറച്ച് നാളുകളായി തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ വിശ്വാസത്തിലെടുക്കാതെ തന്നിഷ്ടപ്രകാരം സെക്രട്ടറി മുന്നോട്ടു പോവുകയാണ്. സ്ഥിരം ജീവനക്കാർ ഉള്ളപ്പോൾ താൽക്കാലികമായി നിയമിച്ചവർക്ക് പ്രധാനപ്പെട്ട ചുമതലകൾ നൽകിയിരിക്കുകയാണ്. തങ്ങളുടെ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വഴങ്ങാത്തവരെ പ്രധാന പ്രവർത്തികളിൽ നിന്ന് ഒഴിവാക്കിയതിൽ ദുരൂഹതയുണ്ട്. വഴിവിട്ട പല സാമ്പത്തിക ഇടപാടുകളും സെക്രട്ടറി നേരിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. പുതുതായി നിർമ്മിച്ച ഓഫീസ് കെട്ടിടം ഗ്യാരണ്ടി പീരിയഡ് കഴിയുന്നതിന് മുൻപ് മെയിൻ്റനൻസ് നടത്തുകയാണ്. ഇതിൽ ധനദുർവിനിയോഗം നടത്തിയിട്ടുണ്ട്. ജീവനക്കാരും തമ്മിൽ സ്ഥിരസമരം നടക്കുക. ഇപ്പോൾ അവിടെ പോയാൽ തന്നെ സ്റ്റാഫുകളില്ല. സ്ഥിരം ജീവനക്കാർ ഈ നഗരസഭയിൽ ജോലിയെടുക്കാൻ താല്പര്യമില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫണ്ടുകൾ ചെലവിലിപ്പോൾ പുതിയ തലത്തിൽ വടക്കാഞ്ചേരി നഗരസഭ വന്ന് പണിത് ഒരു 4 വർഷം പിന്നിട്ടപ്പോൾ ഇപ്പോൾ മെയിൻ്റനൻസിൻ്റെ പേരിൽ ഫർണിഷിങ് പൊളിച്ചു നീക്കിക്കൊണ്ട് ക്യാബിനുകളൊക്കെ പൊളിച്ചുകൊണ്ട് അനാവശ്യമായ ധൂർത്തുകൾ ചെലവഴിച്ചുകൊണ്ട് ഓൺ ഫണ്ട് തനത് ഫണ്ട് പ്രവർത്തിക്ക് പോലും വടക്കാഞ്ചേരി നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് പോലും കാഴ്ചയില്ലാത്ത ഈ സന്ദർഭത്തിൽ തനത് ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് മോഡിഫിക്കേഷൻ്റെ പേരിൽ പാഴ്ചെലവുകളും ധൂർത്തുകളും നടത്തി അതിലൂടെ അഴിമതികൾ നിയമപരമായി നടത്തേണ്ട വിഷയങ്ങളെ നേരിട്ട് മുൻകൂർ അഡ്വാൻസ് നൽകി നടത്തുന്ന പ്രവണതയും ഇപ്പോൾ നടത്തുമ്പോൾ നിങ്ങളൊക്കെ പോയാൽ 2ാമത്തെ നിലയിൽ പോയാൽ ഇപ്പോൾ സെക്രട്ടറിയുടെ ക്യാബിൻ്റെ തൊട്ടടുത്ത് തന്നെ കാണാൻ കഴിയും. 4 വർഷമായിട്ടുള്ളതോട് കൊടുത്തിട്ട് ഇത് നിസ്സാര കാര്യമാണോ? ഇതിനൊക്കെ നിയമങ്ങളില്ലേ? ഇതിനൊക്കെ ചട്ടങ്ങളില്ലേ? ഒരു സ്ഥാപനം
പൊളിക്കേണ്ടതിനും ഡിമോളിഷ് ചെയ്യേണ്ടതിനൊക്കെ സമയങ്ങളുണ്ട്. അതിൻ്റെ വാല്യുവേഷൻ പോലും വാങ്ങിക്കാതെ അതിൻ്റെ സമയം ഗ്യാരണ്ടി പീരീഡ് കഴിയുന്നേക്കാൻ മുന്നേ തന്നെ ഗ്യാരണ്ടി പീരീഡ് കഴിഞ്ഞിട്ടില്ല കോൺട്രാക്റ്റുകാരെ. കാരണം അന്ന് മേടിച്ച അഴിമതി പുറത്തു വരും. അപ്പോൾ പൊളിച്ചു മാറ്റി കഴിഞ്ഞാൽ അഴിമതി മാറ്റാമല്ലോ. അങ്ങനെ വഴിവിട്ട ഒരുപാട് സംവിധാനങ്ങൾ നടക്കാൻ നഗരസഭയിൽ രഹസ്യമായുള്ള പരസ്യമായി നടക്കുന്നു. മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പേരിൽ വലിയ ക്രമക്കേടുകളുണ്ട്. ചെയർമാനെയും ഭരണസമിതിക്കും മുകളിൽ പ്രവർത്തനങ്ങളുമായാണ് താൽക്കാലിക ചുമതലയുള്ള സെക്രട്ടറി മുന്നോട്ടു പോകുന്നത്. ധിക്കാരപരമായ പ്രവൃത്തികൾക്കെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ആസാദ് അറിയിച്ചു. കർശനമായ നിലപാടുകൾ ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ എടുത്തില്ലെങ്കിൽ ഞങ്ങൾ അത് പ്രത്യക്ഷ സമര പരിപാടിയിലേക്ക് വാർഡ് മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഖാനവാസും ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ജയദീപും ജയന്മംഗലവും അബൂബക്കറിന്റെ സാന്നിധ്യത്തിൽ വെച്ച് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഇതിനെ വെറുതെ വിടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇതിനെതിരെ ശക്തമായ നിയമ പോരാട്ടങ്ങളും സമരമായ ജനകീയ പ്രക്ഷോഭങ്ങളും നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.